നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് മാഷും വിശ്വവും വിനായനും ഒക്കെ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ്. ആ സമയത്ത് SI സാബു ചോദിച്ചു, സത്യം പറയടോ, തന്റെ മോൻ എവിടെയാന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം മാഷ് പറഞ്ഞു, എനിക്കറിയില്ല സാറേന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിശ്വത്തിന് വിനായന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ അനുജനെ നിങ്ങൾ എവിടെയാ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കണെന്ന് ചോദിച്ചു. വിശ്വം പറഞ്ഞു, ഞങ്ങൾ ഒരിടത്തും കൊണ്ട് ഒളിപ്പിച്ചൊന്നും വെച്ചിട്ടില്ല, ഞങ്ങൾക്കറിയില്ല അവൻ എവിടെയാന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പം സാബു പറഞ്ഞു, നിങ്ങൾക്കറിയത്തില്ലല്ലേ, ആ വരുണിനെ കൊല ചെയ്തിട്ട് അവൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നായിരുന്നല്ലോ, വന്നിട്ട് അവൻ തിരികെ പോകുന്നത് കണ്ട ആൾക്കാരുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മാഷ് പറഞ്ഞു, എന്റെ മോൻ ആരെയും കൊന്നിട്ടില്ല സാറേ, അവനെ കൊലപാതകന്ന് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓ, നിന്റെ മോൻ ആരെയും കൊന്നിട്ടില്ലല്ലേ? അത്ര ഉറപ്പിച്ച് പറയാൻ മാഷിന് എങ്ങനെ സാധിക്കുന്നു? അവൻ കൊല ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞങ്ങൾ തെളിയിച്ചോളാം, ഞങ്ങളുടെ കയ്യിൽ കിട്ടുമെന്ന് പറഞ്ഞു. സാറേ, ഇതിനു മുമ്പ് അവന്റെ പേര് കുറെ കേസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നിട്ടോ അതിലേതെങ്കിലും ഒന്നിനെ ശിക്ഷിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. പിന്നെ തന്റെ മോൻ അകത്ത് കിടന്നോ? ചെയ്യാത്ത തെറ്റിന് അവനകത്ത് കിടന്നിട്ടുണ്ട് സാറേ. പിന്നീടാണ് എനിക്ക് സത്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. എന്റെ മകനെ ഞാൻ തിരിച്ചറിയാനായിട്ട് വളരെ വൈകിപ്പോയി. പക്ഷെ ഇപ്പൊ എനിക്ക് ഉറപ്പുണ്ട് എന്റെ മോനൊരു തെറ്റും ചെയ്തിട്ടില്ലാന്ന്. സാറ് പറഞ്ഞ ശരിയാ, അവൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് അവൻ അപ്പൊ തന്നെ വീട്ടിൽ നിന്ന് മടങ്ങുകയും ചെയ്തു. അവൻ എന്നോടൊരു കാര്യം പറഞ്ഞു, അവന് തെറ്റ് ചെയ്തിട്ടില്ലാന്ന്. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് അവൻ തെറ്റ് ചെയ്തിട്ടില്ലാന്ന്. അവൻ തെറ്റ് ചെയ്തിട്ടില്ലാന്ന് തെളിയിക്ക് സാറേ, അധികം വൈകാതെ തന്നെ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. സത്യത്തെ അധിക കാലമൊന്നും മൂടി വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സാബ് പറഞ്ഞു, ദേ മാഷേ, ഒരുമാതിരി വർത്താനം പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഞാനുള്ള കാര്യമാണ് പറയണേ. സാറ് ആരുടെയൊക്കെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് എന്റെ മോന്റെ തലയിലേക്ക് കുറ്റം കെട്ടിവെക്കാൻ ശ്രമിക്കുവാന്ന് തോന്നേ. സാറേ, നക്കാപ്പിച്ച ആരുടെ കയ്യിൽ നിന്നെങ്കിലും മേടിച്ചിട്ട് എന്റെ മോന്റെ തലയിലേക്ക് കുറ്റം കെട്ടിവെക്കാൻ ശ്രമിക്കണ്ട, അത് നടക്കില്ല സാറേ എന്ന് പറഞ്ഞു. താൻ എന്താടോ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് മാഷിന്റെ കാരണം തീർത്ത് ഒറ്റ ഉടം കൂടെ പൊട്ടിക്കണം. അപ്പോഴേക്കും വിശ്വവും വിനായനും ഒക്കെ ഞെട്ടിപ്പോയി. സാറേ വേണ്ടാന്ന് പറഞ്ഞു. ദേ ഇവന്മാരെ അകത്തെ ആ മുറിയിലേക്ക് കൊണ്ടേ ആക്കാൻ പറഞ്ഞു അവിടെയുള്ള കോൺസ്റ്റബിളിനോട്. പിന്നീട് പറഞ്ഞു, എനിക്ക് നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്യാനുണ്ട്, ഞാനൊന്ന് വാമപ്പായിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ അകത്തെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോവാണ് ഒരു പോലീസ് കോൺസ്റ്റബിൾ വന്നിട്ട്. ആ സമയത്ത് SI സാബു ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുവാണ്. അതേ സമയത്ത് വിക്രം കിടന്നൊന്ന് മയങ്ങുമായിരുന്നു. അപ്പോഴാണ് വിക്രം പെട്ടെന്ന് ഒരു സ്വപ്നം കണ്ട് ചാടി എഴുന്നേക്കുന്നത്. ചാടി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന്റെ കയ്യിൽ ഡ്രിപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോവാണ്. വിക്രം വേദന കൊണ്ട് കിടന്ന് പൊളഞ്ഞു. ആ സമയത്ത് ഡോക്ടർ ഇഷിത അപ്പുറം ഉണ്ടായിരുന്നു. ഇഷിത പെട്ടെന്ന് ഓടി വന്നു. അല്ല, എന്താ കാര്യം? അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, അത് പിന്നെ ഞാൻ എന്തായാലും വല്ല ദുസ്വപ്നം വല്ലതും കണ്ടോന്ന് ചോദിച്ചു. അത് ഞാൻ പിന്നെ വീട്ടുകാരെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു. അവർക്ക് എന്തോ ആപത്ത് പിണയുന്ന പോലെ എനിക്കൊരു തോന്നലുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ വിക്രത്തിന് വെറും തോന്നലായിരിക്കും എന്ന് പറഞ്ഞു. അതല്ല എന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചു, വേദനയുണ്ടോ എന്ന് ചോദിച്ചു. വേദനയുണ്ടെന്ന് പറഞ്ഞു. വിക്രത്തിന് നല്ല വേദന ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഇഷിത എന്ത് ചെയ്തു, ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കുവാണ്. അതിനുശേഷം ഡ്രിപ്പൊക്കെ വീണ്ടും പഴയപടി തന്നെ ആക്കി. അപ്പോഴേക്കും വിക്രം എനിക്ക് വേദയൊന്ന് വിളിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പിന്നീട് ഇഷിത പറഞ്ഞു, അതെ, തൽക്കാലം വിക്രത്തിന്റെ ഫോണിൽ നിന്ന് വിളിക്കണ്ട, എന്റെ ഫോണിൽ നിന്ന് വിളിച്ചാൽ മതി, ഞാനൊരു ഫോൺ തന്നിട്ടുണ്ടല്ലോ വിക്രത്തിന് എന്ന് പറഞ്ഞിട്ട് ഇഷിത വേദയെ വിളിച്ചു. വേദയെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ, നിന്റെ പുള്ളിക്കാരൻ ഇവിടെ കിടന്ന് കയറ് പൊട്ടിക്കുന്നുണ്ട്, എന്ത് പറ്റി, എന്താ ഇഷിതയെന്ന് ചോദിച്ചു. അതെ, ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ വിക്രത്തിന്റെ കയ്യിലേക്ക് കൊടുത്തു. ഈ സമയം ഇഷിത അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു. അപ്പോഴേക്കും വേദ ചോദിച്ചു, എന്താ വിക്രത്തിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അതെ, ഞാനൊരു ദുസ്വപ്നം കണ്ടെന്ന് പറഞ്ഞു. ദുസ്വപ്നോ? എന്ത്? അല്ല, അത് പിന്നെ കാര്യം എന്താ വെച്ചാൽ പറ. അച്ഛന് ഒരു മൈതാനത്ത് നിൽക്കുന്നു, കുറെ ആൾക്കാർ അച്ഛനെ കെട്ടിയിട്ടിരിക്കുക, ചുറ്റും നിന്ന് കല്ലെറിയുന്നു, അച്ഛൻ അവിടെ കിടന്ന് അലറി വിളിച്ച് കരയുന്നുണ്ട്. അത് സ്വപ്നമല്ലേ വിക്രം? സ്വപ്നം വരണമെങ്കിലും എനിക്ക് വല്ലാത്തൊരു പേടിയുണ്ട്. ഒരു കാര്യം ചെയ്യണം, വീട്ടിലേക്കൊന്ന് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതിനെന്താ, ഞാൻ പോയി അന്വേഷിക്കാം. അവിടെയുള്ള എല്ലാവരും ഭയങ്കര വിഷമത്തിലായിരിക്കും. വാസുവിന്റെ ആൾക്കാര് അവര് വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നില്ല. എനിക്ക് നല്ല പേടിയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ അങ്ങോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പോവാം, ഇപ്പൊ തന്നെ പോവാം, പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് തിരികെ വരാം, ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രത്തിനെ ആശ്വസിപ്പിക്കുകയാണ് വേദ. പിന്നീട് വേദ കമലയെ ഫോൺ വിളിക്കുകയാണ്. ഈ സമയം കമല ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയായിരുന്നു. വേദയാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കമലയ്ക്ക് സന്തോഷമായി. മോളെന്നും പറഞ്ഞുകൊണ്ട് കമല കരയാണ്. എന്തിനമ്മ കരയണേ? മോള് വിളിച്ചല്ലോ, എനിക്ക് ആകെപ്പാടെ സങ്കടമായിരുന്നു. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ മോൾക്ക് അറിയാലോ. വിക്രം, അമ്മ വിഷമിക്കാതിരിക്കുക, ഒന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞു. മോളെ, എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്, ആകെപ്പാടെ സങ്കടത്തില. എന്റെ മോൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല, എന്റെ മോൻ അങ്ങനെ ഒരാളെ കൊല്ലാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്കറിയാമേ, അമ്മ എന്തിനാ സങ്കടപ്പെടുന്നേ? ഇത് കേട്ടുകഴിഞ്ഞപ്പോ കമല പറഞ്ഞു, എങ്ങനെ സങ്കടപ്പെടാതിരിക്കും? മോൾ ഇവിടുന്ന് പോയതിനു ശേഷം അവന് നല്ല സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേങ്കില്
മാഷ് എന്നോട് പറഞ്ഞു മോള് തിരികെ ഈ വീട്ടിലേക്ക് വരുമെന്ന്. അധിക നാളൊന്നും മോൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലെന്ന്. അച്ഛൻ പറഞ്ഞു ശരിയാ, ഞാൻ അങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞു. സത്യമാണോ മോളെ നീ പറയണേ? അതെ, പക്ഷെ ഒരു കാര്യമുണ്ട്, അമ്മ തൽക്കാലത്തേക്ക് ഈ കാര്യം ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കമലോട് ഇല്ല, ഞാൻ ആരോടും പറയില്ല, ഞാൻ ആകെപ്പാടെ സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു. ഇപ്പൊ എനിക്കൊരു സന്തോഷമായി. എന്താമേ? അല്ല, ഇന്നലെ രാത്രിയിൽ ആ SI സാബു വിളിച്ചായിരുന്നു പറഞ്ഞു. എന്നിട്ടോ അച്ഛനോടും വിശ്വത്തോടും വിനായകനോടും ഒക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അവര് പോയിരിക്കുക. രാവിലെ ആണെങ്കിലോ വിളിച്ചിട്ട് ഇറങ്ങിയില്ല എന്നൊക്കെ ചോദിച്ചു. അതുകൊണ്ട് പെട്ടെന്ന് അവര് പോയി. അവരിപ്പൊ വിളിച്ചിട്ട് കോൾ എടുക്കുന്നുമില്ല. അയാളൊരു ദുഷ്ടനാ മോളെ, എന്താ ഏതാന്നും അറിയില്ല എന്ന് പറഞ്ഞു. അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, അമ്മ ധൈര്യമായിട്ടിക്ക്. ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ചു നോക്കട്ടെ. മോളെ വിളിച്ചിട്ട് എന്നോട് വിവരം പറയണോട്ടോ. ഞാൻ പറയാം. എന്നാലും ഇപ്പൊ എനിക്കൊരു സന്തോഷമുണ്ട്, എന്റെ മോള് വിളിച്ചല്ലോ, എന്റെ മോൾ ഇങ്ങോട്ട് തിരികെ വരുമല്ലോ, അതോർത്തിട്ട് എനിക്കൊരു സമാധാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമല കോള് കട്ട് ചെയ്തു. പിന്നീട് വേദ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കണം. പക്ഷെ ആരും കോൾ എടുത്തില്ല. അതിനുശേഷം ദർശനെ വിളിച്ചു വേദ. ദർശൻ ചോദിച്ചു എന്താ വേദയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും വേദ പറഞ്ഞു അതെ, ഒരു കാര്യമുണ്ട്, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ആരും കോൾ എടുത്തില്ല. വിക്രത്തിന്റെ അച്ഛനെ സഹോദരന്മാരെയും പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യണം. ദർശൻ ഇപ്പൊ എവിടെയാന്ന് ചോദിച്ചു. ഞാൻ പോയിക്കൊണ്ടിരിക്കുക കോടതിയിലേക്ക്. ദർശൻ ഒരു കാര്യം ചെയ്യുക, ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്യാവോന്ന് ചോദിച്ചു. ഒരു സഹായം ചെയ്യുമെന്ന് ചോദിച്ചു. ദർശൻ കാര്യം പറയണം. പിന്നീട് വേദ കാര്യങ്ങൾ പറയാണ്. അതിനുശേഷം ദർശൻ പറഞ്ഞു ശരി, അങ്ങനെ ചെയ്യാം. അല്ല വേദ ഇന്ന് കോടതിയിലേക്ക് വരുന്നില്ലേ? ഇപ്പൊ എനിക്ക് തൽക്കാലം ഇന്ന് കേസൊന്നുമില്ല. ആ ശ്രീകാര്യ ശ്രീനിവാസന്റെ കേസ് അത് നടന്നുകൊണ്ടിരിക്കുവല്ലേ, ഇപ്പൊ വേറെ കേസൊന്നും ഏറ്റെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ദർശനെ വേദ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏൽപ്പിച്ചു. ആ സമയത്ത് പോലീസ് സ്റ്റേഷനില് വിശ്വവും വിനായകനും മാഷും കൂടെ നിൽക്കുകയാണ്. അപ്പൊ അവരൊരു മുറിയിലേക്ക് കൊണ്ട് ആക്കിയിരിക്കുമായിരുന്നു. ആ സമയം വിനായകൻ പറഞ്ഞു ഇപ്പൊ അവൻ കാരണം നമ്മളെല്ലാരും കൂടെ തല്ലി മേടിക്കേണ്ട ഗതികേടാണല്ലോ. അപ്പോഴേക്കും മാഷ് ചോദിച്ചു എന്താണ് നീ പറഞ്ഞ അവൻ കാരണോ? അല്ല, അവനോടുള്ള വൈരാഗ്യം കാരണം. എടാ നീ വേണം ഇത് പറയാനായിട്ട്, നീ എന്താ ചെയ്തെന്നൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാലോ അല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും വിനായകൻ പറഞ്ഞു അല്ല അത് പിന്നെ അച്ഛാ. അപ്പോഴേക്കാണ് SI സാബു അങ്ങോട്ടേക്ക് വരുന്നത്. സാബു വന്നിട്ട് പറഞ്ഞു എടാ ഒരുത്തരും ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. വിനായകനെ അങ്ങോട്ട് പിടിച്ചോണ്ട് പോയി. അപ്പോഴേക്കും വിശ്വം മാഷും നോക്കുവാണ്. വിനായകനെ അവിടുത്തെ അപ്പുറത്തെ ഒരു മുറിയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ ഇവർക്ക് കാണാം. അങ്ങനെ കൊണ്ടുപോയിട്ട് പറഞ്ഞു അവിടെ ഇരിക്കടാന്ന് പറഞ്ഞു. വിനായകൻ ചുറ്റും നോക്കി, ഇരിക്കാൻ കസാരയൊന്നുമില്ല. പിന്നീട് വിനായകൻ അവിടെ കുത്തിയിരിക്കുകയാണ്. ആ സമയം വിനായകന്റെ കാലിലേക്ക് ഇങ്ങനെ ചവിട്ടി കഴിഞ്ഞപ്പോഴത്തേനും വിനായകൻ കിടന്ന് അലറി കരയുവാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ മാഷും വിശ്വമൊക്കെ പറഞ്ഞു വേണ്ട, അവനൊന്നും ചെയ്യരുത്, അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. സത്യം പറയടാ, വിക്രം എവിടെയുണ്ടെന്ന് ചോദിച്ചു. എനിക്കറിയില്ല സാറേ എന്ന് പറഞ്ഞു. നീ സത്യം പറയത്തില്ലല്ലേ എന്നും പറഞ്ഞിട്ട് കുഞ്ചേർത്ത് ഇടിക്കുകയാണ്. ഇടി കൊണ്ട് അവശനായി വിനായകന്. ആ സമയത്തൊക്കെ മാഷൊക്കെ അലറി വിളിച്ച് കരയുന്നുണ്ടായിരുന്നു. ഒടുവിൽ വിനായകനെ അങ്ങോട്ട് കൊണ്ടുവന്ന് വിട്ടിട്ട് വിശ്വത്തെ അങ്ങ് പിടിച്ചോണ്ട് പോയി. വിശ്വത്തോട് ചോദിച്ചു സത്യം പറയടാ, അവനിവിടെ വിക്രം എവിടെയെന്ന് ചോദിച്ചു. അറിയത്തില്ല സാറേ, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. കയ്യിലിരുന്നാൽ ലാത്ത് വെച്ച് തലങ്ങും വിലക്കും വിശ്വത്തെ അടിക്കുകയാണ്. വിശ്വമാണെങ്കിലോ വായിക്കാത്തേക്ക് ആ ഷർട്ട് ഇങ്ങനെ കുത്തി തിരികെ വെച്ചു, ശബ്ദം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ സമയം മാഷിന് വിഷമമായി. മാഷ് നെഞ്ചത്ത് തിരുമ്മി നിന്ന് പൊട്ടിക്കരയുവാണ്. ഈ കാഴ്ച കൂടെ കണ്ടു കഴിഞ്ഞപ്പം മാഷിന് സഹിച്ചില്ല. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും വിശ്വം അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പം നെഞ്ച് തടവിക്കൊണ്ടിരിക്കുന്ന മാഷിനെ കണ്ടേ. പെട്ടെന്ന് വിശ്വം പറഞ്ഞു അച്ഛാ എന്നെ അവരൊന്നും ചെയ്തില്ല അച്ഛാ, അച്ഛൻ എങ്ങനെ സങ്കടപ്പെടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മാഷിനെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. മാഷിന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.